നിലവിൽ അവരുടെ ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനത്തിലേക്ക് എത്തിയത് എന്തെല്ലാം കാര്യങ്ങളാണ്, എന്താണ് അവർ പറയുന്നത്? അതായത് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് ഇന്ന് പാലക്കാടിൻ്റെ ചാർജുള്ളത് മലപ്പുറം എസ് പിക്കാണ്. അദ്ദേഹമാണ് ഈ സ്ഥലം സന്ദർശിച്ചത്. അദ്ദേഹം പറയുന്നത് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് എതിർ ദിശയിൽ നിന്ന് വന്ന മറ്റൊരു വാഹനം ഇടിച്ച് നിയന്ത്രണം തെറ്റിയാണ് ഈ അപകടമുണ്ടായത്. കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കണം, റോഡിൻ്റെ വിഷയങ്ങളടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. അത് നാളെ തന്നെ അതിനെ സംബന്ധിച്ച പരിശോധനകൾ അല്ലെങ്കിൽ അത് സംബന്ധിച്ച കാര്യങ്ങളുമായി ചർച്ചകളുമൊക്കെ തന്നെ നടക്കുന്നുണ്ട്. കളക്ടറുടെ അധ്യക്ഷതയിൽ തന്നെ അത് സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് പ്രാഥമികമായി അദ്ദേഹം സ്ഥലം സന്ദർശിച്ചപ്പോൾ പറഞ്ഞത് ഇതാണ് കാര്യം. അതായത് ഇത്തരത്തിൽ എതിർദിശയിൽ നിന്ന് വന്ന ഒരു വാഹനത്തെ ഇടിച്ച് ഇത്തരത്തിൽ വാഹനം മറയുകയായിരുന്നു. കൂടുതൽ ഡ്രൈവറുടെ മൊഴിയും അതോടൊപ്പം തന്നെ ക്ലീനറുടെ മൊഴിയും കൂടുതൽ എടുത്ത് അതിലും ഒരു പരിശോധന ആവശ്യമാണ്. MVD അടക്കമുള്ളവർ ഇവിടെ എത്തി, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അടക്കം ഇവിടെ എത്തി ഈ വാഹനവും പരിശോധിക്കുന്നുണ്ട്. വാഹനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളുണ്ടോ, കേടുപാടുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രധാനമായും നാട്ടുകാർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ റോഡിന്റെ ഒരു പ്രശ്നമാണ്. റോഡ് വളരെ ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ തെന്നി നീങ്ങുന്ന ഒരു സ്ഥിതി വരുന്നു. വാഹനങ്ങൾ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥ വരുന്നു. ഇപ്പോൾ ഈ പറയുന്നത് ഈ ഒരു ചെറിയ കാലയളവിൽ തന്നെ നിരവധി മരണങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 25-നടുത്ത് മരണങ്ങൾ വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അപകടങ്ങൾ വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രശ്നം ഈ റോഡിനുണ്ട്. അത് നാളെ കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെ ഒരു യോഗം നടത്തി അതിലൊരു തീരുമാനം, എന്തെല്ലാം പരിഹാരങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരാൻ കഴിയും, അത് സംബന്ധിച്ചൊരു ശാസ്ത്രീയമായ പഠനം തന്നെ നടത്തി അതിനനുസരിച്ചുള്ള അതിനനുസരിച്ചുള്ളൊരു എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത്. ഇപ്പോൾ പ്രധാനമായും പ്രദേശവാസികൾ ഉന്നയിക്കുന്നത് ഡിവൈഡർ വേണം, അതോടൊപ്പം തന്നെ ഒരു ഫുട്പാത്തും ആവശ്യമാണ്. കാരണം നിരവധി കുട്ടികൾ പോകുന്ന ഒരു വഴിയാണ്. വൈകുന്നേര സമയങ്ങളിലായി കഴിഞ്ഞാൽ, ഇന്ന് പരീക്ഷ ആയതുകൊണ്ട് കുട്ടികൾ കുറവായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾ, നിരവധി കുട്ടികൾ ഈ പ്രദേശത്തുണ്ടാകും. അങ്ങനെയൊക്കെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനെല്ലാം തന്നെ ഒരു ശാശ്വത പരിഹാരം വേണമെന്നുള്ളതാണ് ഈ പ്രദേശവാസികളുടെ ഒരു ആവശ്യം. ആ പ്രദേശവാസികളുടെ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ട്, അവരുടെ കാര്യങ്ങൾ കൂടി കേട്ടുകൊണ്ട് അതിനനുസരിച്ചൊരു നിലപാട് ഒരു പക്ഷേ നാളെ ചേരുന്ന യോഗത്തിൽ ഉണ്ടാകും. അത് കളക്ടറുടെ അധ്യക്ഷതയിലായിരിക്കും ചേരുക. മറ്റുദ്യോഗസ്ഥരും ഉണ്ടാകും. ഈ ഉദ്യോഗസ്ഥരടക്കം ഇതിൽ പങ്കെടുത്തുകൊണ്ട് ഒരു കൃത്യമായൊരു പരിശോധന അതിലുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ വാഹനം കൂടുതൽ പരിശോധനകൾ നടത്തുകയാണ്. വാഹനത്തിന് എന്താണ് തകരാറുണ്ടായിരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ക്യാബിനും മറ്റു കാര്യങ്ങളും പരിശോധിക്കുകയാണ്. പരിശോധനകൾ ഇവിടെ പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ